ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാത്ത നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഈ ചാനൽ ധൈര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. സിനിമയെക്കുറിച്ചിട്ടുള്ള റൂൾസും റെഗുലേഷൻസും എങ്ങനെ സിനിമ ചെയ്യാമെന്നൊക്കെയാണ് നമ്മുടെ ചാനലിൽ ട്യൂട്ടോറിയൽസ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആൾക്കാരെ അറിയുമെങ്കിൽ അവർക്കും ദയവായിട്ട് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെല്ലാവരും തന്നെ KGF അതേപോലെ തന്നെ സലാറൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണല്ലേ. നമുക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു അവർക്ക്. പക്ഷേ മറ്റ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന എന്തോ ഒന്ന് ആ സിനിമകളിലുണ്ടായിരുന്നു അല്ലേ. അത് ഒന്ന് ഡയലോഗ് ഡെലിവറിയുടെ രീതിയാണ്, പിന്നെ ആക്ഷൻസാണ്. വേറൊരു രീതിയിലാണ് അവർ ആക്ഷൻസ് ചെയ്യുന്നത്. ഒരു ക്യാരക്ടറിനെ തന്നെ ഹൈലൈറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ ഘടകങ്ങളും അവരത് ചേർത്തിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും അല്ലാതെ എന്തോ ഒന്ന് നമുക്കതിൽ ഒരു വ്യത്യസ്തമായിട്ട്, മറ്റ് സിനിമകളിൽ വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും കളേഴ്സ് അല്ലേ. നമുക്ക് ഇതുവരെ കാണാത്ത യുണീക്കായിട്ടുള്ള ഒരു കളർ രീതിയാണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ. ഭയങ്കര മൂടിയായിട്ടുള്ള അല്ലേ, ഒരുപാട് കളേഴ്സ് ഇല്ലാത്ത ഒരു രീതിയാണ് നമ്മളതിൽ കണ്ടിട്ടുള്ളത്. KGFൻ്റെ രീതിയിലുള്ള ഗ്രേഡിംഗ് ഒക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് പലരും നമ്മളെ അടുത്തേക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് വരാറുണ്ട്. പക്ഷേ അതൊരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഗ്രേഡിങ്ങിൻ്റെ സ്വാധീനം വളരെ കുറച്ചേ വരുന്നുള്ളൂ. ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തെ പ്രോപ്പർട്ടികളുടെ കളർ റേഷ്യോ ആണ് ഇതിന് കാരണം. ആക്ച്വലി ഇതൊരു റൂളാണ്. ഇതിനെ പറയുന്ന പേരാണ് 16-30-10 റൂൾ എന്ന് പറയുന്നത്. എന്താണ് 16-13-10 റൂൾ എന്ന് പറയുന്നത്? ഷൂട്ടിംഗ് നടക്കുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടികളുടെ 60% പ്രൈമറി അല്ലെങ്കിൽ ഡോമിനേറ്റ് കളറായിരിക്കണം, ഒരൊറ്റ കളറായിരിക്കണം. പിന്നെ ഈ ഫ്രെയിമിൽ വരുന്ന രണ്ടാമത്തെ കളറ് 30% മാത്രമേ പാടുള്ളൂ. അതിനെ സെക്കൻഡറി കളർ എന്ന് പറയും. മൂന്നാമത്തത് ഹൈലൈറ്റ് കളറായിരിക്കണം, അത് 10% മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇത്രയേ ഉള്ളൂ ഈ റൂൾ എന്ന് പറയുന്നത്. റെഡ് നോട്ടീസ് അതേപോലെ തന്നെ വണ്ടർ വുമൻ എന്ന് പറഞ്ഞ സിനിമകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ അറിയാം ഈ റൂള് പ്രകാരമാണ് ആ സിനിമകൾ മുഴുവനായിട്ടും ചിത്രീകരിച്ചിട്ടുള്ളത്. 60% ഡോമിനേറ്റ് കളറാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ ഡോമിനേറ്റ് കളർ നമുക്കൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ പീക്കി ബ്ലൈൻഡേഴ്സിലാണെങ്കിൽ മിക്കവാറും ആൾക്കാരുടെ കോട്ടെല്ലാം ബ്ലാക്കാണ്. പിന്നെ വീടുകളുടെ സൈഡും അതേപോലെ തന്നെ ആ ഒരു ബ്ലാക്കിഷ് കൂടുതലാണ് എല്ലാവിടെയും. ഇത് 60% ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. അതേപോലെ തന്നെ രണ്ടാമത്തത് ഇതിൽ വരുന്ന 30% എന്ന് പറയുന്നത് അത് സെക്കൻഡറി കളറാണ്. ഇത് വന്നിരിക്കുന്നത് ഒരു കോംപ്ലിമെൻ്ററി കളറായിട്ടാണ്. അതായത് നമ്മുടെ 60%-ൽ ഏത് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ആ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന കളറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോംപ്ലിമെൻ്ററി കളർ, അതായത് സെക്കൻഡറി കളറും കൂടി ചേരുമ്പോൾ ഒരു റിയലിസവും അതേപോലെ ഒരു ഡെപ്തും ഒക്കെ നമ്മുടെ ഈ ഫ്രെയിമിനുണ്ടാവും. അവസാനത്തെ ഹൈലൈറ്റ് കളറാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻസിലാണ് അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം ആ സീനിൽ തോന്നുന്നത് ഏത് എലമെൻസിലാണോ അതിലൊക്കെയാണ് നമ്മൾ ഈ ഹൈലൈറ്റ് കളർ യൂസ് ചെയ്യാറുള്ളത്. ഇത് മിക്കവാറും അൺനാച്ചുറൽ കളേഴ്സ് ആയിരിക്കും, കുറച്ചും കൂടി ഡെപ്ത് ഉള്ള കളേഴ്സ് ആയിരിക്കും. റെഡ്, ഗ്രീൻ, അതേപോലെ ഹാർഡസ്റ്റ് ആയിട്ടുള്ള, അതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കുറച്ച് പെട്ടെന്ന് ഫ്രെയിമിൽ നോട്ടീസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കളേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ 3 കളേഴ്സും കൂടിയിട്ടാണ് നമ്മൾ ഈ 60-30-10% റൂള് ഉണ്ടാക്കിയിരിക്കുന്നത്. പീക്കി ബ്ലൈൻഡേഴ്സ്, റെഡ് നോട്ടീസ്, വണ്ടർ വുമൻ, ഹെർ തുടങ്ങിയിട്ടുള്ള സിനിമകളെല്ലാം തന്നെ ഈ റൂളിൻ്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ സിനിമകൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ യൂണീക്കായിട്ടുള്ള കളേഴ്സ് ചേർത്തുകൊണ്ട് നിങ്ങൾ സിനിമ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.